ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോയാണ്. 24-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. 30ഓളം മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനിയുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇനി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം മുതലുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും അയച്ചു തരുന്നതായിരിക്കും. പഠനസഹായി പുസ്തകം ലഭ്യമാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം: ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ചിലരും കല്ലറയിങ്കൽ പോയി അവർ കണ്ടതെന്ത്? സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. 2. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കൽ പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവർ എന്തു കണ്ടില്ല? യേശുവിനെ. 3. എമ്മാവൂസിലേക്ക് പോയ ആ 2 പേരെ യേശു സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഭോഷന്മാരെ. 4. എമ്മാവൂസിലേക്ക് പോയ ആ 2 പേരെ യേശു ഭോഷന്മാരെ എന്ന് വിളിച്ച ശേഷം തുടർന്ന് പറയുന്നതെന്ത്? പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. 5. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം എന്തു സംഭവിച്ചവരെ എന്നാണ് യേശു അവരെ വിളിച്ചത്? ഹൃദയം മന്ദീഭവിച്ചവരെ. 6. ഭോഷന്മാരെ. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ആര് ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ എന്നാണ് യേശു അവരോട് ചോദിച്ചത്? ക്രിസ്തു. 7. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എവിടേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ എന്നാണ് യേശു ആ 2 പേരോട് ചോദിച്ചത്? മഹത്വത്തിലേക്ക്. 8. ആര് തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മോശ. 9. ആരെല്ലാം വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. 10. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും എവിടെ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് എല്ലാമാണ് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? വിശുദ്ധ ലിഖിതങ്ങളിൽ. 11. യേശു യാത്ര തുടരുന്നതായി ഭാവിച്ചത് എപ്പോൾ? അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ. 12. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു ചെയ്തതെന്ത്? യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. 13. യാത്ര തുടരുകയാണെന്ന് ഭാവിച്ച യേശുവിനോട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതെന്ത്? ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. 14. ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി എന്ന് യേശുവിനെ നിർബന്ധിച്ചുകൊണ്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു ചെയ്തതെന്ത്? അവരോട് കൂടെ താമസിക്കാൻ കയറി. 15. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തത് എപ്പോൾ? അവരോട് കൂടി ഭക്ഷണത്തിനിരുന്നപ്പോൾ. 16. അവരോടുകൂടി ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു ചെയ്തതെന്ത്? അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. 16. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ സംഭവിച്ചതെന്ത്? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. 17. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് അവർ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശു ചെയ്തതെന്ത്? അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. 18. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എപ്പോൾ? യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ. 19. യേശു അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞതെന്ത്? വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? 20. എവിടെ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത്? വഴിയിൽ വച്ച്. 21. വഴിയിൽ വച്ച്
അവൻ എന്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് അവർ പരസ്പരം പറഞ്ഞത്. വിശുദ്ധ ലിഖിതം. 22 വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചെയ്തതെന്ത്? അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 23 അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ എവിടേക്കാണ് തിരിച്ചു പോയത്? ജെറുസലേമിലേക്ക്. 24 അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ആരെയാണ് അവർ കണ്ടത്? അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും. 25 അവർ ജെറുസലേമിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത്? കർത്താവ് സത്യമായും ഉയിർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു. 26 കർത്താവ് സത്യമായി ഉയിർത്തെഴുന്നേറ്റു, ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടെ കൂടിയിരുന്ന 11 പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത്? ശിമയോന്. 27 വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. ആര്? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. 28 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ വിവരിച്ചതെന്ത്? വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും. 29 ലൂക്ക അധ്യായം 24 മൂന്നാമത്തെ തലക്കെട്ട് യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു. 30 ലൂക്ക 24:36 പ്രകാരം യേശു ആരുടെ മധ്യേ പ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശിഷ്യഗണത്തിന്. 31 ശിഷ്യഗണത്തിന് മധ്യേ പ്രത്യക്ഷനായി അവിടുന്ന് അവരോട് അരുൾ ചെയ്തത് എന്ത്? നിങ്ങൾക്ക് സമാധാനം. 32 യേശു ശിഷ്യഗണത്തിന് മധ്യേ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് അരുൾ ചെയ്തപ്പോൾ അവർ എന്തു ചെയ്തു? ഭയന്നു വിറച്ചു. 33 ഭയന്നു വിറച്ച അവർ വിചാരിച്ചതെന്ത്? ഭൂതത്തെയാണ് കാണുന്നതെന്ന്. 34 ഭൂതത്തെയാണ് കാണുന്നതെന്ന് വിചാരിച്ച് ഭയന്നു വിറച്ച അവരോട് യേശു ചോദിച്ചതെന്ത്? നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? 35 നിങ്ങളുടെ മനസ്സിൽ എന്തുയരുന്നതെന്തിന് എന്നാണ് ഭയന്നു വിറച്ച ശിഷ്യന്മാരോട് യേശു ചോദിച്ചത് ചോദ്യങ്ങൾ. 36 നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതെന്തിന് എന്ന് ചോദിച്ച യേശു അവരോട് തുടർന്ന് പറയുന്നത് എന്ത്? എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. 37 എന്തെല്ലാം കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് ഭയന്നു വിറച്ച ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്? കൈകളും കാലുകളും. 38 എന്റെ കൈകളും കാലുകളും കണ്ട് എന്ത് മനസ്സിലാക്കുവാനാണ് ഭയന്നു വിറച്ച ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്? ഇത് ഞാൻ തന്നെയാണെന്ന്. 39 ഭൂതത്തിന് ഇല്ലല്ലോ എന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞതെന്ത്? മാംസവും അസ്ഥികളും. 40 എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും അവർക്കില്ലല്ലോ എന്നാണ് യേശു ഭയന്നു വിറച്ച ശിഷ്യന്മാരോട് പറഞ്ഞത് ഭൂതത്തിന്. 41 ഭയന്നു വിറച്ച ശിഷ്യന്മാർ സന്തോഷാധിക്യത്താൽ ചെയ്തതെന്ത്? അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. 42 സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്ത ശിഷ്യന്മാരോട് യേശു ചോദിച്ചതെന്ത്? ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? 43 ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ച യേശുവിന് ശിഷ്യന്മാർ നൽകിയത് എന്ത്? ഒരു കഷണം വറുത്ത മീൻ. 44 ഒരു കഷണം വറുത്ത മീൻ ശിഷ്യന്മാർ യേശുവിന് നൽകിയപ്പോൾ യേശു ചെയ്തതെന്ത്? അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. 45 എവിടെയെല്ലാം തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും. 46 എന്തു ഗ്രഹിക്കാൻ തക്ക വിധമാണ് അവരുടെ മനസ്സ് യേശു തുറന്നത്? വിശുദ്ധ ലിഖിതങ്ങൾ. 47 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് ആരാണ് തുറന്നത്? യേശു. 48 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ എന്താണ് യേശു തുറന്നത്? മനസ്സ്.
49 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. തുടർന്ന് അവൻ പറഞ്ഞതെന്ത്? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. 50 ആര് സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നാണ് യേശു അവരോട് പറഞ്ഞത്? ക്രിസ്തു. 51 ക്രിസ്തു സഹിക്കുകയും എത്രാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നാണ് യേശു അവരോട് പറഞ്ഞത്? 3-ാം ദിവസം. 52 ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം എവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നാണ് യേശു അവരോട് പറഞ്ഞത്? മരിച്ചവരിൽ നിന്ന്. 53 എന്തിനുള്ള അനുതാപമാണ് അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടി ഇരിക്കുന്നത്? പാപമോചനത്തിനുള്ള. 54 പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ എവിടെ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു? ജെറുസലേമിൽ. 55 പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പറഞ്ഞതിനെ തുടർന്ന് യേശു അവരോട് പറഞ്ഞതെന്ത്? നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. 56 ആരുടെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ. 57 എൻ്റെ പിതാവിൻ്റെ എന്ത് ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? വാഗ്ദാനം. 58 ഉന്നതത്തിൽ നിന്ന് എന്ത് ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? ശക്തി. 59 എവിടെ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന്. 60 ലൂക്ക അധ്യായം 24 4-ാമത്തെ തലക്കെട്ട് യേശുവിൻ്റെ സ്വർഗാരോഹണം. 61 അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ആരെ? ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ. 62 ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ എവിടെ വരെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ബഥാനിയ. 63 ആരാണ് ശിഷ്യന്മാരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയത്? ഉയർത്തെഴുന്നേറ്റ യേശു. 64 ഉയർത്തെഴുന്നേറ്റ യേശു ബഥാനിയ വരെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്തതെന്ത്? കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. 65 എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത്? അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 66 ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ യേശു എവിടേക്കാണ് സംവഹിക്കപ്പെട്ടത്? സ്വർഗത്തിലേക്ക്. 67 അവർ അവനെ ആരാധിച്ചു അത്യന്തം സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. ആര്? ശിഷ്യന്മാർ. 68 അത്യന്തം ആനന്ദത്തോടെ ശിഷ്യന്മാർ മടങ്ങിയത് എവിടേക്ക്? ജെറുസലേമിലേക്ക്. 69 ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ ചെയ്തതെന്ത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. 70 ശിഷ്യന്മാർ എന്തു ചെയ്തുകൊണ്ടാണ് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. 71 ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശിഷ്യന്മാർ എവിടെയാണ് സദാസമയവും കഴിഞ്ഞുകൂടിയത്? ദേവാലയത്തിൽ. ഇങ്ങനെ 71 ചോദ്യങ്ങളാണ് ലൂക്ക 24-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോസ് അവസാനിക്കുകയാണ്. ഇനിയും എഫേസോസിൽ നിന്ന് 6 അധ്യായങ്ങളാണ്. അത് 15-ാം തീയതിക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിയും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. പ്രാഥമിക റൗണ്ട് ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞതിനു ശേഷം പ്രധാനപ്പെട്ട വാക്യങ്ങൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, സമാന വാക്യങ്ങൾ, അങ്ങനെ കുറേയധികം വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ആകെ 100 എണ്ണമാണ് പ്ലാൻ ചെയ്യുന്നത്. 100 മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾക്ക് 95 മാർക്കിൽ കൂടുതൽ ഉറപ്പായും വാങ്ങാനായി സാധിക്കും. പഠനസഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 5 പുസ്തകം വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നുണ്ട്. ആർക്കെങ്കിലും 1-2 പേർക്ക് 1-2 പുസ്തകം വാങ്ങി സംഭാവന ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യാൻ പരിശ്രമിക്കുക. വളരെ സമഗ്രമായിട്ടാണ് നമ്മുടെ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്.
എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.